നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആദ്യമായി തന്നെ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഈ എപ്പിസോഡിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് വയനാടുകാർക്ക് സുപരിചിതയായ ശ്രീമതി KC റോഡ്സക്കുട്ടി ടീച്ചറാണ്. ഇപ്പോൾ വനിതാ വികസന കോർപ്പറേഷൻ്റെ അധ്യക്ഷയാണ് അവർ. രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്, വയനാടിൻ്റെ വികസന പ്രശ്നങ്ങൾ സംസാരിക്കാനുണ്ട്. അവരെ ഏതായാലും ഈ പരിപാടിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് സ്വാഗതം. ടീച്ചറേ, അപ്പോൾ MLA സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട്, വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഇതാ വനിതാ വികസന കോർപ്പറേഷന്റെ അധ്യക്ഷയായിട്ടിരിക്കുകയാണല്ലോ. ഈ വനിതാ വികസന കോർപ്പറേഷൻ എങ്ങനെ പോകുന്നു? ഇപ്പോൾ വളരെ നല്ല നിലയിലാണ് പോകുന്നത്. കാരണം ഈ വർഷത്തെ ഏറ്റവും ദേശീയ പുരസ്കാരം തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് വനിതാ വികസന കോർപ്പറേഷനിൽ നിന്ന് ഒരു ധാരാളം ലോണുകൾ സ്ത്രീകൾക്ക് സ്വയം സംരംഭകത്വം തുടങ്ങാൻ കൊടുത്തതിൻ്റെ ഏറ്റവും കൂടുതൽ ലോണുകൾ കൊടുത്ത ഒരു സംസ്ഥാനം. അത് ഈ സംരംഭക വർഷം പ്രമാണിച്ച് കൊടുത്തതാണോ? അല്ലാതെ തന്നെ നമ്മളെ എല്ലാ ജില്ലകളിലും ജില്ലാ ഓഫീസുകൾ വന്നതോടുകൂടി ധാരാളം ആളുകൾ ഇതിന് ആവശ്യക്കാരായി വന്നു. അപ്പോൾ അവർക്കൊക്കെ തന്നെ എല്ലാ ഏകദേശം ഏത് തരത്തിലുള്ള അവർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ആലോചനയാണ് ഞങ്ങൾ നടത്തിയത്. കൊടുക്കാതിരിക്കാനുള്ള ആലോചനകളെക്കാൾ കൂടുതലായിട്ട് എങ്ങനെ കൊടുക്കാം അങ്ങനെ നോക്കിയപ്പോൾ ഈ വർഷത്തെ അവാർഡ് വളരെ നല്ല നിലയിൽ ഞങ്ങൾക്ക് ലഭിച്ചു. ദേശീയ അവാർഡ് 2 അതായത് കൂടുതൽ ആളുകൾ തൊഴിൽ സംരംഭകത്തിന് ലോൺ എടുക്കുകയും കൂടുതൽ തിരിച്ചടവ് വരികയും ചെയ്തൊരു വർഷം. ആ രണ്ടിനും ഈ സംരംഭങ്ങളൊക്കെ ഇവർ തുടങ്ങുന്നത് കൂടാതെ വനിതാ വികസന കോർപ്പറേഷൻ വേറെ എന്തൊക്കെ പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? സംരംഭകം തുടങ്ങുന്നത് മാത്രമല്ല, വനിതാ വികസന കോർപ്പറേഷൻ മൊത്തത്തിൽ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് സാമ്പത്തിക ശാക്തീകരണം അനിവാര്യമാണ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ആലോചനയാണ് കൂടുതലുള്ളത്. അവരെ ശാക്തീകരിക്കാൻ പറ്റുന്ന രീതിയിൽ മറ്റേത് തരത്തിൽ അവരുടെ വിദ്യാഭ്യാസപരമായിട്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ, സ്ത്രീകളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ലോണുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് സ്ത്രീകൾക്ക് ഇന്നതൊന്നില്ല, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഏത് കൊണ്ടുവന്നാലും അത് നമ്മളത് വയബിൾ ആണോ എന്ന് നോക്കും. അത് നമ്മുടെ ആളുകളെ സംബന്ധിച്ച് ഒരു സംശയം ഉണ്ടാവും. വനിതാ കമ്മീഷനും അതുപോലെ തന്നെ വനിതാ വികസന കോർപ്പറേഷനും തമ്മിൽ ഇപ്പൊ ടീച്ചർ 2 സ്ഥാനത്തും അധ്യക്ഷ പദവിയിൽ ഉള്ളതുകൊണ്ട് അറിയാമല്ലോ, ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? ഒന്ന് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ ഒന്ന് ജീവിത സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണോ? അത് രണ്ട് വ്യത്യസ്ത തലങ്ങളിലാണ്, എന്നാൽ പരസ്പര കോർഡിനേഷനും ഉണ്ട്. വനിതാ കമ്മീഷന്റെ പ്രവർത്തനം സ്ത്രീകളുടെ സുരക്ഷിതത്വമാണ്. സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം, അവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക, അവരുടെ നീതി നിഷേധങ്ങൾ ഇല്ലാതാക്കുക, അതൊക്കെയാണ് വനിതാ കമ്മീഷനിൽ ചെയ്യുന്നത്. പക്ഷേ വനിതാ കമ്മീഷൻ അങ്ങനെ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനും സ്ത്രീകളെ എല്ലാ തരത്തിലുള്ള അവകാശങ്ങൾക്കും ഒക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ഇല്ലായ്മ ചെയ്യണം, നീതി നിഷേധങ്ങൾ ഇല്ലായ്മ ചെയ്യണം. പക്ഷേ വനിതാ വികസന കോർപ്പറേഷൻ ഇത് തന്നെ പ്രാവർത്തികമാക്കുന്ന ഒന്നാണ്. കാരണം സ്ത്രീകളുടെ നീതി നിഷേധങ്ങളും അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷയും ഒക്കെ തന്നെ സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ സാമ്പത്തിക ശാക്തീകരണം അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് അവർക്ക് ഒരു സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ആ സ്വയം തൊഴിലിലൂടെ അവർക്ക് സാമ്പത്തിക സുസ്ഥിരത അവർക്ക് കൈവരിക്കാൻ ഉറപ്പാക്കുക. ഇപ്പൊ ഈ ടീച്ചർ MLA ആയിട്ടുണ്ടായിരുന്നു, വനിതാ കമ്മീഷനിലുണ്ടായിരുന്നു, ഇപ്പൊ ഇതിലുണ്ട്. മെമ്മറബിൾ ആയിട്ട് ഈ പൊതുജീവിതത്തിൽ നമ്മളുടെ ഒരു ഇടപെടൽ ഓർക്കാൻ കഴിയുന്നത് എന്താ? സ്ഥായിയായ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് അഭിമാനത്തോടു കൂടി ഓർക്കുന്നത് എന്തിനാണ്? പല കാര്യങ്ങളിലും നമ്മൾ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. വനിതാ കമ്മീഷനിൽ ഞാൻ വരുന്ന കാലഘട്ടത്തിൽ ധാരാളം ഫയലുകൾ കെട്ടിക്കിടക്കുകയായിരുന്നു. അപ്പോഴത് ജില്ലാതല അദാലത്തുകൾ, കലക്ട്രേറ്റുകളിൽ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി, കലക്ടറുടെ സഹായത്തോടു കൂടി തന്നെ ജില്ലാതലത്തിൽ തന്നെ വലിയ മെഗാ അദാലത്തുകൾ നടത്തി അവരുടെ ആ പഴയ ഫയലുകളും പുതുതായി കിട്ടിയ ഫയലുകളും ഒക്കെ തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ആ പദവി വിട്ടിറങ്ങുമ്പോൾ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഏതൊക്കെ നിയമങ്ങളുണ്ടെങ്കിലും ആ നിയമങ്ങളെ മറികടന്നുകൊണ്ട് അവരുടെ സുരക്ഷയ്ക്ക് വിഘാതമായി നിൽക്കാവുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം നമ്മുടെ നാട്ടിലുണ്ട്. കാരണം സ്ത്രീയെ ഒരു ഇൻഫീരിയർ ആയിട്ട് കാണുന്ന ഒരു
രീതിയാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകൾക്ക് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ അത് വളരെ റെക്കോർഡ് റിപ്പോർട്ടിംഗ് ആയിരുന്നു എൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതെനിക്കൊരു വലിയ പോലീസിന്റെ സഹകരണം വളരെ കൂടുതലായിട്ട് കിട്ടി. എസ്പെഷ്യലി ജിഷ വധക്കേസ്. ആ ജിഷ വധക്കേസ് പെരുമ്പാവൂരിലുണ്ടായപ്പോൾ പോലീസൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു രീതി, അതായത് അത് ആരെങ്കിലും ആ ചുറ്റുപാടുകളിലുള്ള ആളുകളായിരിക്കാം ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് എന്നുള്ള ഒരു സ്ഥിതിയിൽ ഞാനത് പെരുമ്പാവൂര് റെസ്റ്റ് ഹൗസിൽ 3 ദിവസം അന്ന് പോയി താമസിച്ചു. കാരണം അവിടെ വരാൻ സാധ്യതയുള്ള ആളുകൾ, അവിടെ ഒരു കനാലുണ്ട്, അതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ അവിടെ വന്നിരുന്ന് സംസാരിക്കാറുള്ളവർ ആരൊക്കെയാണെന്നൊക്കെ ഒരു പരിസരമായിട്ട് നമ്മൾ ഒരു ജുഡീഷ്യറിയുടെ ഭാഗവും കൂടിയാണല്ലോ. അപ്പോൾ ജുഡീഷ്യറിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ തെളിവുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം അത് വളരെ ആർക്കും ഒരു പിടികിട്ടാത്ത ഒരു സംഭവമായി മാറിയിരുന്നു. അപ്പോൾ പോലീസ് സഹോദരിയുടെ ഭർത്താവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമ്മയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അമ്മ പിന്നെ ആ കുട്ടിയെ ഇറക്കി കൊണ്ടുപോയതാണ്. അല്ല, ഭർത്താവ് മൂത്ത സഹോദരിയെ കൊണ്ടുപോയ ആളുടെ പുറകെ നടക്കുന്നു, അയാളെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ അവിടെ ഒരു പെയിൻറ്ററായിട്ട് വന്നിരുന്ന ആളുകൾ അതിലേക്കൊക്കെ ശ്രദ്ധ പോയപ്പോൾ ഞാൻ അവിടുന്ന് പരിസരത്തും ഒക്കെ മനസ്സിലാക്കിയ രീതിയിൽ ഈ പ്രതി കുറ്റകൃത്യം ചെയ്തതിന് ശേഷം അടുത്ത് തന്നെ ഉണ്ടായ ഒരു സംഭവം, പ്രതിയാണെന്നില്ല, ഒരു സംശയിക്കുക, ഒരു ആടിൻ്റെ പ്രൈവറ്റ് പാർട്സ് കത്തികൊണ്ട് കുത്തി കീറിയിട്ടുണ്ട്. അപ്പോഴേ എനിക്കതൊരു ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ. അപ്പം ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, അവരെ വിളിച്ചു നിർത്തി അന്നത്തെ കൈകാര്യം ചെയ്തിരുന്ന DYSPയോട് പ്രത്യേകിച്ച് പറഞ്ഞു, ഇതൊരു മലയാളിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ നോക്കരുത്. കാരണം ഈ രണ്ടാമത്തെ ക്രൂരകൃത്യം ഒരു മലയാളിയുടെ മനസ്സിൽ വരില്ല. അതുപോലെ തന്നെ ഈ കുട്ടി മരണപ്പെട്ടതിന് ശേഷമാണ് റേപ്പ് ചെയ്തത്. മരണത്തോടു കൂടി തന്നെ മലയാളിയുടെ മനസ്സ് പതറും. അപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുള്ളൂ. മൽപ്പിടുത്തം ഉണ്ടായേക്കാം, കൊല്ലാം, അതൊക്കെ സംഭവിക്കാം. പക്ഷേ ഒരു മൃതശരീരത്തിലെ റേപ്പ് ചെയ്യണമെങ്കിൽ അതൊരു ക്രൂരമായിട്ടുള്ള ഒന്നാണ്. അതൊരിക്കലും ഒരു മലയാളിയുടെ മനസ്സിൽ ഉണ്ടാവില്ല എന്ന് ആ ഒരു ചിന്ത കൊടുത്തുകൊണ്ട് ഒരു ചെരുപ്പ് അവിടെ കിടന്നിരുന്നു. പോലീസ് നായ അവിടെയൊക്കെ ഒന്ന് മഴയൊക്കെ പെയ്തുകൊണ്ടോ എന്തോ പോലീസ് നായ ഈ ചെരുപ്പിൻ്റെ പുറകെ പോയി കാര്യമായിട്ടൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ചെരുപ്പ് കടയെ നോക്ക്, ചെരുപ്പ് കടകളിൽ ചെരുപ്പിട്ടുകൊണ്ടേ നടക്കുന്ന ആളാകുമ്പോൾ ചെരുപ്പില്ലാതെ കൂടുതൽ പോകാൻ പറ്റത്തില്ല. അപ്പോഴൊരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്. ആ സ്ഥലത്ത് അന്വേഷിക്കാനുള്ള ഒരു നിലപാട് എൻ്റെ ഭാഗത്തുനിന്ന് വന്നേ. എപ്പോഴും DYSP എന്നോട് പറഞ്ഞു, അത് ഭയങ്കരമായ വഴിത്തിരിവായി. അപ്പോഴാണ് ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവിടെ വന്ന് കുളിക്കാറുണ്ടെന്നും അവർ അങ്ങനെ പോകാറുണ്ട്, അവിടെ വന്ന് സമയം ചെലവഴിക്കാറുണ്ടെന്നും. അതെനിക്കൊരു വലിയൊരു പ്രതിയിലേക്ക് എത്തിക്കാൻ വലിയ സഹായകമായി എന്ന് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ. അവിചാരിതമായിട്ട് വിദ്യാർത്ഥിയായിരിക്കെ ഇതൊരു സമരം നയിച്ച് അല്ലേ, സമരം നയിച്ച് പൊതുപ്രവർത്തനത്തിലേക്ക് വന്നു. എന്തായിരുന്നു അങ്ങനെ ഒരു സമരം അന്ന് നയിക്കാറുണ്ടായത്? ഏത് കാലഘട്ടമായിരുന്നു അത്? വിദ്യാർത്ഥിയായിരിക്കല്ല, ഞാൻ അധ്യാപികയായിരിക്കും. ഞാൻ മുള്ളംകൊല്ലി ഹൈസ്കൂളിൻ്റെ പ്രഥമ അധ്യാപികയായിട്ട് വിജയ ഹൈസ്കൂളിൽ 3 വർഷം ജോലി ചെയ്തതിന് ശേഷം മുള്ളംകൊല്ലിയിലെ ഹൈസ്കൂൾ കിട്ടിയപ്പോൾ ആ ഇടവകക്കാർ നിർബന്ധപൂർവ്വം എന്നെ അവിടെ കൊണ്ടുപോയി ടീച്ചർ ഇൻചാർജ് പോസ്റ്റിൽ വെച്ച് ഹെഡ് മിസ്ട്രസ് ആക്കി. അപ്പോഴാ ഹെഡ് മിസ്ട്രസ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്നും കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ്. അപ്പോഴവിടെ നല്ല റിസൾട്ടുകൾ കിട്ടാൻ തുടങ്ങി. ആ റിസൾട്ട് ഒരു പ്രാവശ്യം എന്നെ വളരെ ടച്ച് ചെയ്തൊരു സംഭവം, ഫസ്റ്റ് വന്ന കുട്ടി വിനോദിനി. ആ വിനോദിനി ഏത് കോളേജിലാണ് ചേരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു പൊട്ടിക്കരച്ചില്ല, സ്കൂൾ ഫസ്റ്റ് ആയ കുട്ടി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഒരിടത്തും വിടാൻ സാധ്യത വീട്ടിലില്ല, വീട് വളരെ ദാരിദ്ര്യാവസ്ഥയിലുള്ള വീടാണ്, ഞങ്ങൾ 6-7 മക്കളുണ്ട്, അമ്മ പ്രസവിച്ചപ്പോഴും കിടക്കുകയാണ്, അതുകൊണ്ട് എന്നെ കോളേജിൽ വിടില്ല ടീച്ചർ എന്ന് പറഞ്ഞ് ഭയങ്കര കരഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട്, നമ്മൾ അന്ന് ബത്തേരിയിൽ മാത്രമേ ഒരു കോളേജുള്ളൂ, അപ്പോഴെൻ്റെ മനസ്സിൽ ഇവിടെ ഒരു കോളേജ് വേണമല്ലോ എന്ന് ആഗ്രഹിച്ചപ്പോഴാണ് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എന്നെ അനുമോദിക്കാൻ വേണ്ടി TU ജേക്കബ് പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു. അപ്പോഴെന്നോട് പറഞ്ഞു, കൺഗ്രാജുലേഷൻസ്, നല്ല റിസൾട്ടാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് കാര്യം, നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഉപരിപഠനത്തിന് ഈ ബത്തേരി കോളേജ് മാത്രമല്ലേ ഉള്ളൂ, വേറൊരു കോളേജ് നമുക്ക്, നിങ്ങൾ പൊതുപ്രവർത്തകരൊക്കെ ഇത്രയും ഉണ്ടായിട്ട് സാധിച്ചിട്ടില്ല. അന്ന് അദ്ദേഹം പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പോൾ അദ്ദേഹവും
അത് പിന്നെ അങ്ങനെ ആലോചിച്ചാണ് ഞങ്ങൾ പഴശ്ശിരാജ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഞാൻ ഉൾപ്പെടുന്ന ഒരു സൊസൈറ്റി രൂപീകരിക്കുകയും ആ പഴശ്ശിരാജ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥലത്തിന് വേണ്ടി പുൽപ്പള്ളി ദേവസ്വത്തെ സമീപിക്കുകയും ദേവസ്വം 25 ഏക്കർ സ്ഥലം തരികയും ചെയ്തു. ആ സ്ഥലത്ത് കോളേജിന് വേണ്ടി ശ്രമം നടത്തി, ഒരു കോളേജ് തുടങ്ങാനുള്ള ശ്രമം നടത്തി. അങ്ങനെ പഴശ്ശിരാജ കോളേജിൽ നിന്നുള്ള അപേക്ഷ കൊടുത്തു. അപേക്ഷ TM ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ ആ കോളേജ് അനുവദിച്ചു. ഈ സ്ഥലത്തിൻ്റെ രേഖ വെച്ച് തന്നെ കോളേജ് അനുവദിച്ചു. പക്ഷേ അതിൻ്റെ ഇനോഗ്രേഷന് മന്ത്രിമാരായിരുന്ന ശ്രീ ജോണും TM ജേക്കബും ഇന്നവരില്ല. അവർ വരുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ഇതിൻ്റെ ഇനോഗ്രേഷൻ വിജയ സ്കൂൾ ഗ്രൗണ്ടിൽ നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു ഷെഡ് ഉണ്ടാക്കി അവിടെ കയറണം എന്നാണെന്ന് പ്ലാൻ. ആ സമയത്താണ് ആ സ്ഥലത്തേക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ ഓർഡറുമായിട്ട് അന്ന് ഈ സ്ഥലത്തെ തടി കണ്ടുകൊണ്ട് ഒരു മരത്തടികൾ ധാരാളമുണ്ട്, 25 ഏക്കറും ഉണ്ടല്ലോ. അപ്പോൾ ആ മരത്തടികൾ നമ്മൾ ആന നിന്നാൽ കാണാത്ത അത്രയും കരിമരുതൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഈ ഒരു മരക്കച്ചവടക്കാരായ ആളുകൾ ഈ പുൽപ്പള്ളി ദേവസ്വത്തിൻ്റെ ഭൂമി എൻക്രോച്ച് ചെയ്തത് അതുപോലെ വ്യാജരേഖ ഉണ്ടാക്കിയിരുന്നു എന്ന് അന്നേരം അറിയുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ ഓർഡർ അവിടെ കയറാൻ പാടില്ല എന്ന് വന്നു. അവിടെ ഷെഡ് ഉണ്ടാക്കാനായിരുന്നു നമ്മൾ. അപ്പോൾ പിന്നെ ഏതായിരുന്നാലും ഇനോഗ്രേഷൻ നടക്കണം. ഞങ്ങൾ വിജയ സ്കൂൾ ഗ്രൗണ്ടിൽ താൽക്കാലികമായിട്ട് ഇനോഗ്രേഷൻ നടത്തി. പഞ്ചായത്തിൻ്റെ സ്ഥലത്തൊരു ഷെഡും വെച്ചു. അങ്ങനെയാണ് പഴശ്ശിരാജ കോളേജ് തുടങ്ങുന്നത്. അപ്പോൾ ഈ കോളേജോട് മാറി. അപ്പോൾ ആ കോളേജിൻ്റെ അനുബന്ധമായ ഒരുപാട് സമര പരിപാടികളൊക്കെ നടന്നപ്പോൾ TU ജേക്കബ് പിന്നെ നിരാഹാരം കിടന്നു. നിരാഹാരം ഈ സ്ഥലത്തിന് വേണ്ടി ഉപവാസം കിടന്നു. അപ്പം നിരാഹാര സമരത്തിന് പിന്തുണയായിട്ട് ജനങ്ങളെല്ലാം ഇറങ്ങി വരുന്നു. മുഴുവൻ ജനങ്ങളും അന്ന് പുൽപ്പള്ളിയിലെ വ്യത്യാസമില്ലാതെ ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങൾ, രാഷ്ട്രീയ വ്യത്യാസം എല്ലാവരും സഹകരിച്ചു. ആ സഹകരിച്ച സന്ദർഭത്തിൽ പോലീസിനെ പ്രത്യേകം നിയോഗിച്ചിരുന്നു. ഈ സ്ഥലം അപ്പോഴ് അതിന് വേറൊരു അവകാശമായിട്ട്, അതായത് അവർ വേറെ ഒരു സംഘടനയ്ക്ക് എഴുതി കൊടുത്തു എന്ന് പറഞ്ഞ് ആ സംഘടനയും സാമുദായികമായ ഒരു സംഘർഷം അവിടെ ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമായ കോളേജിന് കിട്ടുന്നത് അത് ഇല്ലാതാക്കാൻ വേണ്ടി ബോധപൂർവമായ പോലീസിൻ്റെ ശ്രമം, പോലീസിൻ്റെ സഹായമൊക്കെ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമരമാണ് അപ്പോഴും നിരാഹാരത്തിന് കിടന്നിരുന്ന ആളെ സന്ദർശിക്കാൻ വന്ന ആളുകളുമായിട്ട് പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലും. അങ്ങനെ മുള്ളംകൊല്ലി ഭാഗത്ത് വെച്ച് പോലീസ് ജീപ്പ് മറിച്ചിട്ട് അത് സമരത്തിന് വന്നവര് ഏത് വർഷമായിരുന്നു? അത് 83 ജൂലൈ 6-ാം തീയതി 1983 ജൂലൈ 6-ാം തീയതി പോലീസിന്റെ ധാരാളം പേർക്ക് പരിക്കേറ്റു. ഒരു കുരുവിള എന്ന് പറയുന്ന ആളുടെ കൈ അറ്റുപോയി. പിന്നെ ഒരു ബാബു എന്ന് പറയുന്ന ഒരാള് പോലീസ് വെടിവെപ്പിൽ ബാക്കിലൂടെ വെടിയുണ്ട കയറി ഫ്രണ്ടിലൂടെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇതൊക്കെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അന്ന് പുൽപ്പള്ളി വെടിവെപ്പിൽ 3 ആൾ മരിച്ചു. അപ്പോൾ ഇതെൻ്റെ മനസ്സിനെ വളരെയേറെ ബാധിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ഒക്കെ ആളുകൾ കുറഞ്ഞുപോയി. അപ്പോൾ ആ കുറഞ്ഞ സമയത്ത് മനോവീര്യം നഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള TU ജേക്കബ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ വന്ന പ്രതിപക്ഷ നേതാവ് EK നായനാർ, അരങ്ങൽ ശ്രീധരൻ തുടങ്ങി വീരേന്ദ്രകുമാർ തുടങ്ങി പ്രതിപക്ഷത്തുള്ള എല്ലാവരും ഇവിടെ കാണാൻ വന്ന സമയത്തൊക്കെ ഞാൻ മാത്രമാണ് ഇത് കാര്യങ്ങൾ ദൃക്സാക്ഷി വിവരണമൊക്കെ നടത്തേണ്ടി വന്നത്. അന്ന് രാത്രിയിൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നു. കാരണം ഞാൻ ഈ ദൃക്സാക്ഷി ആയതുകൊണ്ട് ആ വെടിവെപ്പിൻ്റെ ദൃക്സാക്ഷിത്വം ഇൻവാലിഡ് ആകണമെങ്കിൽ ഞാൻ പോലീസ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അതിക്രമം കാണിച്ച് എൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടാക്കേണ്ടത് പോലീസിന് ആവശ്യമായിരുന്നു. അപ്പോൾ പോലീസിൻ്റെ ജീപ്പ്, അവരിട്ടിട്ടോടിയ ജീപ്പ് നാട്ടുകാർ മറിച്ചിട്ട് തീ വെച്ചതാ, അല്ലാതെ അത് ആ മുള്ളംകൊല്ലി ജംഗ്ഷനിൽ നിന്ന്. അപ്പോൾ അവരിട്ടിട്ട് ലാത്തി ചാർജിൽ ഉണ്ടായപ്പം ലാത്തി ചാർജിൽ സമരക്കാർ വന്ന ആളുകളെ കല്ലെടുത്തെറിഞ്ഞു പോലീസിനെ. അപ്പോൾ പോലീസ് ജീപ്പ് ഇട്ടിട്ട് പോയി. ആ ജീപ്പ് തീ വെച്ചത് ഞാനാണ്. 1000 അനുയായികളോടെ പോയി ജീപ്പ് തീ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പേരിൽ കള്ളക്കേസ് കൊണ്ടുവന്നു. പാതിരാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ വന്നു. എല്ലാം റെയ്ഡൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ എൻ്റെ ബ്രദറിനെ എന്നെ കസ്റ്റഡിയിലെടുക്കാനാണ് വന്നത്. അപ്പോൾ ഞാൻ ഈ ഗവേണിംഗ് ബോഡി മെമ്പറാണെന്നേ ഉള്ളൂ. അപ്പോൾ
ഞാൻ ചോദിച്ചു എന്തിനാണ് എന്നെ രാത്രിയിൽ പോലീസ് SP കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ 6 മണി വരെ എൻ്റെ സ്കൂളിൽ SP ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അപ്പോൾ കണ്ടതാണല്ലോ, പിന്നെ ഈ പാതിരാത്രി 3 മണിക്ക് എന്തിനാ പോലീസ്? അത് ആ കേസ് സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കാൻ മാത്രമാണ് പോലീസ് ഇപ്പോൾ കയറണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, പാതിരാത്രി കയറില്ല, വനിതാ പോലീസ് എവിടെയെന്ന് ചോദിച്ചു ഞാൻ. നിങ്ങളിത് അറസ്റ്റാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നതാണെന്നുള്ള ബോധം എനിക്കുണ്ട്, വനിതാ പോലീസ് എവിടെയെന്ന് ചോദിച്ചു. അതുകൊണ്ട് വനിതാ പോലീസ് ഇല്ലാതെ നിങ്ങൾ എന്നെ കസ്റ്റഡിയിലെത്താൽ യു വിൽ ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസ് എന്ന് ഞാൻ അവരോട് തന്നെ അത് ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നാലും വന്ന SI രാധാകൃഷ്ണൻ, അന്നത്തെ വൈത്തിരി SI രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന് എന്നെ കസ്റ്റഡിയിലെടുക്കാൻ തോന്നിയില്ല. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ട്, അന്ന് വനിതാ പോലീസായിട്ട് ഒരു ലീല മാത്രമാണ് അമ്പലവയലിലുള്ളത്, അവളെ കൊണ്ടുവരാൻ പോയിരുന്നു, പക്ഷേ സ്ഥലത്തില്ല എന്നോ എന്തോ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. അന്നു മുതൽ എനിക്ക് ഒരു മനസ്സിൽ ഈ രാഷ്ട്രീയക്കാർ MLA അടക്കമുള്ള നേതാക്കൾ നമുക്കെതിരെ നിന്നപ്പം അതൊരു പ്രതികരണ ശേഷി എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചലഞ്ചായിട്ട് വന്നു. അതുപോലെ തന്നെ നാട്ടിലെ ഒരു പൊതുകാര്യത്തെ അത് വളരെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയും അത് ഈ കോളേജിന് എതിരായിട്ടുള്ള ഒരു നിലപാടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് ചില തൽപര കക്ഷികളുടെ ആവശ്യമായിരുന്നു. അത് അവിടെ തന്നെ പാരലൽ കോളേജ് നടത്തുന്ന ഒരു വ്യക്തിയൊക്കെ ഉണ്ടായിരുന്നു. അവർ അന്നത്തെ MLA സ്വാധീനിച്ചാണ് ഇതിനെതിരായ ഒരു നിലപാട് ഇതേ രീതിയിലൊക്കെ എടുത്തു. അപ്പം അങ്ങനെ ഞാൻ അന്ന് തുടങ്ങി. അപ്പോഴത്തേക്ക് 84 ഇന്ദിരാഗാന്ധി മരിച്ചു. അപ്പോഴേ ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയുണ്ട്. അപ്പോഴെനിക്ക് തോന്നി ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ ഇവിടെ ഡോക്ടർ അടിയോടി മത്സരിക്കുകയാണ്. അപ്പോഴെല്ലാവരും എന്നെ തിരുവനന്തപുരത്തു നിന്നൊക്കെ വിളിച്ച് അടിയോടിയെ രംഗത്ത് സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീടും പരിസരവും മുള്ളംകൊല്ലി പുൽപ്പള്ളിക്കാരൊക്കെ എതിരാണ് അന്ന് കോൺഗ്രസ്സിന്. കാരണം കോൺഗ്രസ് ഗവൺമെൻറ് ഭരിക്കുന്നു, കോൺഗ്രസ് MLA ഇവിടെ ഉള്ളപ്പോഴാണ് ഈ അനിഷ്ട സംഭവങ്ങളുണ്ടായത്. അപ്പം ഞാനും കരുതി ഈ നമുക്കുണ്ടായ ഒരു തിക്താനുഭവം, ആ അനുഭവത്തിന് നമുക്ക് പകരം വീട്ടിയേ പറ്റൂ. പക്ഷേ ഇതൊരു പകരം വീട്ടലായാൽ അത് രാജ്യത്തിൻ്റെ ഒരു ഐക്യത്തിൻ്റെ അഖണ്ഡതയുടെയും ഒരു വിഘാതമാകുന്ന സംഭവമാകും. അപ്പോഴെങ്ങനെയും ആ ഭാഗത്തെ വോട്ടുകൾ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ഫീലിംഗ് ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് വേണം എന്ന് തോന്നി. അങ്ങനെ അടിയോടിയുടെയൊക്കെ നിർബന്ധപ്രകാരം ഞാനന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ ആകുകയും അങ്ങനെയാണ് ആദ്യമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നു. അന്ന് ഇപ്പം സംഭവ വികാസങ്ങളൊക്കെ കുറെ മാറി, പതിറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞു. പിന്നെയും കോൺഗ്രസുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം വന്ന് ഇപ്പൊ LDF മുന്നണിയുടെ ഭാഗമായിട്ടാണല്ലോ നിൽക്കുന്നത്. ഈ കഴിഞ്ഞു പോയ കാലങ്ങളെ ഓർക്കുമ്പോൾ കുറെയൊക്കെ തെറ്റായിരുന്നു എന്നും കുറെയൊക്കെ ശരിയായിരുന്നു എന്നും തോന്നുന്നുണ്ടോ? തെറ്റൊട്ടും തോന്നിയിട്ടില്ല. കാരണം ഞാൻ പൊതുപ്രവർത്തനം ആഗ്രഹിക്കാഞ്ഞ ആളാണ്. ഞാൻ ഒരു പാർട്ടിയുടെയും മെമ്പറായിരുന്നില്ല. കാരണം ഒരു കോൺവെൻറ്റ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി വിദ്യാഭ്യാസം മാത്രം ഒരു ഉപാസനയായി കാണണം, അതിന് പഠിപ്പീര ടീച്ചർ ഒരു അവാർഡ്, ഇതൊക്കെയായിരുന്നു എൻ്റെ ചിന്തയുള്ളൂ. അപ്പോഴേ ഇങ്ങനെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ വന്നപ്പോഴേ എന്നെ ഒരു രാഷ്ട്രീയക്കാരിയാക്കി മാറ്റുക ചെയ്യുന്നത്. അന്ന് അത് കഴിഞ്ഞപ്പോഴേ തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേ 8 പഞ്ചായത്തിൽ 7 ഇടതുപക്ഷം കൊണ്ടുപോയി. ബത്തേരി നിയോജക മണ്ഡലത്തിൽ 8 പഞ്ചായത്തിൽ 7 ഇടതുപക്ഷം. ജില്ലാ കൗൺസിലിൽ എല്ലാവരും തോറ്റു. ആകെ ഒരു 1-2 പേര് ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്, നമ്മുടെ ബത്തേരി മണ്ഡലത്തിൽ. ഒരു ആവശ്യം ജനങ്ങളിൽ നിന്നും കുറേയധികം അല്ലാത്ത വ്യക്തികൾ, സാമൂഹിക മേഖലകളിലുള്ളവരൊക്കെ, അന്ന് ഞാനൊരു പ്രധാന വ്യക്തിയായി മാറി. ആ സംഭവത്തോടു കൂടി തന്നെ കഥ പറയുന്ന ഹെഡ് മിസ്ട്രസ് റോസക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് പത്രമാധ്യമങ്ങളൊക്കെ എഴുതാൻ തുടങ്ങി. മാതൃഭൂമി ഹെഡ് മിസ്ട്രസ് റോസക്കുട്ടിയുടെ രോഷം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരു ഫിഗറാക്കി മാറ്റി. അപ്പോഴത്തേക്കും എനിക്ക് ഉള്ളിൽ ഈ ഒരു ചലഞ്ച്, ഇവിടെ ഒരു പൊതുപ്രവർത്തനത്തിന് ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഏറ്റെടുക്കാൻ ആളുകളില്ല എന്നുള്ള ഇല്ല എന്നല്ല, 0 തന്നെ. അത് ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെതായി മാറുന്ന ആളുകളല്ലാതെ ഇല്ല എന്നുള്ള ഫീലിംഗ്. ആ ഫീലിംഗ് വരുമ്പോൾ ഇടതുപക്ഷമാണ് എനിക്ക് കാൻഡിഡേച്ചർ വെച്ച് നീട്ടുന്നതെങ്കിൽ ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കാൻഡിഡേറ്റ് അന്നും ആകും. അല്ല, ആരാണെന്ന് നോക്കി. ഒരു സ്ത്രീക്ക് ഈ പാതിരാത്രിയിൽ എന്നെപ്പോലും അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴേ എനിക്ക് ആ ഒരു ചെറിയ ലീഗൽ വിഷയം അറിയില്ലായിരുന്നെങ്കിൽ എൻ്റെ സ്ഥിതി ഇതല്ല, ഞാൻ പിറ്റേന്ന് സൂസൈഡ് ചെയ്യണം. അതാണ് നമ്മുടെ സംസ്കാരം. ഒരു രാത്രി പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ഒരു തരത്തിലും അന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാകുമായിരുന്നു. എൻ്റെ മൂന്നാമത്തെ മകൻ ഉണ്ടായിട്ടില്ല. മൂത്ത മകന് 1.5 വയസ്സും 2ാമത്തെ മകന് 3 മാസവും ഉള്ളപ്പോഴാണ്, ആ പാല് കുടിക്കുന്ന സന്ദർഭത്തിലാണ് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ വലിയൊരു റിവെഞ്ച്, ഒരു ചാലഞ്ചായിട്ട് ഞാൻ ഈ പൊതുപ്രവർത്തനത്തെ കണ്ടു. ആ പൊതുപ്രവർത്തനം വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഫീലിംഗ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇന്ന പാർട്ടിയെ നന്നാക്കണം ഒരു പാർട്ടി. പക്ഷേ യാദൃച്ഛികമായി കോൺഗ്രസ് സമീപിക്കുന്നു.
ഇന്നും ജീവിച്ചിരിക്കുന്ന മജീദ്, പിന്നെ PT ഗോപാലക്കുറുപ്പ്, NGO ആഗസ്തി എന്ന് പറയുന്ന മരിച്ചുപോയ അവർ 3 ആളും കൂടി എൻ്റെ വീട്ടിൽ വന്നിട്ട് പറയുകയാണ്, ടീച്ചർക്ക് പിന്നെ തിരുവമ്പാടി സീറ്റ്. അപ്പം അതായത് ഒരു കുടിയേറ്റ മേഖലയിൽ നിന്നുള്ള ഒരു പ്രശ്നമായി ഇത് മാറി എന്ന് മനസ്സിലായപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അന്നത്തെ MLA ഒക്കെ കൂടി വന്ന് എന്നോട് പറഞ്ഞു, വയനാട്, എനിക്ക് വയനാടാണല്ലോ ഉള്ളിൽ താല്പര്യം, വയനാട്ടിൽ പൊതുപ്രവർത്തനം നടത്തുന്നതിന് താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വയനാടാണെങ്കിൽ, ബത്തേരി ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കുമെന്ന് അവിടുത്തെ അന്നത്തെ ലോക്കൽ MLAക്ക് അവിടുന്ന് മാറണമായിരുന്നു കൽപ്പറ്റയ്ക്ക്. അതുകൊണ്ട് അദ്ദേഹവും വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതൊരു നല്ല ഓപ്ഷനായി തോന്നി. പക്ഷേ അത് ഞാൻ ജയിക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുകൊണ്ടാണ് അദ്ദേഹം സജഷൻ പറയാൻ കാരണം. അപ്പോൾ 8 പഞ്ചായത്തിൽ 7 ഇടതുപക്ഷം, ജില്ലാ കൗൺസിൽ 6 ഇടതുപക്ഷം. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ ഞാൻ ജയിക്കും? ഞാനൊരു പൊതുപ്രവർത്തകയല്ല, ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകയായിരുന്നില്ല, രാഷ്ട്രീയക്കാരിയല്ല. പക്ഷേ മുള്ളംകൊല്ലി, പുൽപ്പള്ളി പ്രദേശങ്ങളിൽ എനിക്കുണ്ടായിരുന്ന പൊതുസമ്മതി, ആ പൊതുസമ്മതിയാണ് എന്നെ ഒരു MLA ആക്കിയത്, അല്ലാണ്ട് പാർട്ടിയല്ല. അന്നും പാർട്ടി വിരുദ്ധ ആയിരുന്നു, എനിക്കെതിരായിരുന്നു. പാർട്ടിക്കാരിൽ ലീഡർഷിപ്പ്, DCC നേതൃത്വവും അതുപോലെ തന്നെ സീനിയർ ആയിട്ടുള്ള നേതാക്കൾ അടക്കം ഞാൻ തോൽക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ്. പക്ഷേ അന്ന് രാജീവ് ഗാന്ധി മരിക്കുകയും ഈ സീറ്റ്, അത് രാജീവ് ഗാന്ധിക്കോട് എനിക്ക് വലിയൊരു കടപ്പാടുണ്ട്. കാരണം സ്ത്രീകളുടെ എണ്ണം ഇല്ല എന്ന് പറഞ്ഞ് ഇവർ കൊടുത്ത ലിസ്റ്റ് തിരിച്ചയച്ചപ്പോഴാണ്, സ്ത്രീകളുടെ എണ്ണം കൂട്ടണമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവും എനിക്ക് വലിയൊരു ഷോക്കായി പോയി. അപ്പോൾ അദ്ദേഹം മരണപ്പെടുകയും കൂടി ചെയ്തപ്പോൾ അതും എനിക്കൊരു MLA ആകാനുള്ള ചാൻസിന് അനുകൂലമാണ്. MPയോ കണ്ണൂരിൻ്റെ MPയോ ഞങ്ങളുടെ MP അല്ല, ആ ഓരോ ഭാഗത്തോട് ചേർത്ത് നിൽക്കുന്നു. അതുകൊണ്ട് മറ്റ് ഹിൽ സ്റ്റേഷനുകളെ, ഇപ്പം ഉത്തരാഖണ്ഡ്, അതുപോലെ ഛത്തീസ്ഗഡ്, ഘട്ട്, ഹിമാചൽ പ്രദേശമൊക്കെ ഉള്ള ആ സ്ഥലങ്ങൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു വയനാട് പാർലമെൻറ്റ് മണ്ഡലം രൂപീകരിക്കണം എന്നുള്ള ഒരു നിവേദനമാണ് ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്നത് രാജീവ് ഗാന്ധിക്ക്. ആ നിവേദനത്തിന് എനിക്ക് റിപ്ലൈ കിട്ടി. അത് ഡീലിമിറ്റേഷൻ കാലഘട്ടത്തിൽ പരിഗണിക്കാം എന്ന് പറഞ്ഞൊരു റിപ്ലൈയും കിട്ടി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പടവുമൊക്കെ ഞാൻ വളരെ നന്നായി സൂക്ഷിച്ചു വെച്ചിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, കോൺഗ്രസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പം, കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു പ്രയാസങ്ങൾ വളരെയേറെ എനിക്ക്, ഞാനിപ്പോൾ പാർട്ടി വിടാൻ തന്നെ കാരണം അങ്ങനെയുള്ള അസ്വസ്ഥരായ ആളുകൾക്ക് കിട്ടാവുന്ന മാനങ്ങളൊക്കെ ഞാൻ ഇല്ലാതാക്കുന്നു എന്നാണ് തോന്നിയത്. KPCC ജനറൽ സെക്രട്ടറി ആയപ്പോഴും, MLA ആയപ്പോഴും, AICC മെമ്പർ ആയപ്പോഴും, KPCC വൈസ് പ്രസിഡൻ്റ് ആയപ്പോഴും ഒക്കെ തന്നെ ഈ ലോക്കലായിട്ടുള്ള ഈ ടീമിൻ്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടാക്കിയ എതിർപ്പ്, അവർക്ക് കിട്ടേണ്ട സ്ഥാനമാനങ്ങൾ ഞാൻ തട്ടിപ്പറിച്ചെടുത്തു എന്നുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്കുള്ളത്. അപ്പോഴവർക്ക് ഈ സ്ഥാനമാനങ്ങളൊക്കെ എടുക്കാം, ഞാനിതാ പാർട്ടി വിടുന്നു എന്ന് പറയാൻ കാരണം, ഞാൻ രാഹുൽ ഗാന്ധിക്ക് നിവേദനം കൊടുത്തു. രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി ഡൽഹി ചെന്നു. എൻ്റെ അപ്പച്ചനും എനിക്കും പ്രായമായതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റില്ല, വേണ്ട. എന്നോട് ഉമ്മൻചാണ്ടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നെ എന്നോട് പറഞ്ഞിരുന്നു കൽപ്പറ്റയിൽ മത്സരിക്കാൻ തയ്യാറാകണമെന്ന്. ഇന്നും KC ജോസഫ് ജീവിച്ചിരിപ്പുണ്ട്. KC ജോസഫിനോട് ചോദിച്ചാൽ ഇത് പറഞ്ഞിരുന്നോ എന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ വേറെ 1-2 വ്യക്തികളോട് പറഞ്ഞു, ഞാനത് പേരുകൾ പറയുന്നില്ല, സാമുദായിക തലത്തിലുള്ളവരോടായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഒരു ഹോപ്പ് തരിക. കാരണം ഇത്രയും കാലം ഞാൻ മത്സരിച്ചു. ഞാൻ പിന്നീട് വന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, കരുണാകരൻ്റെ കാലഘട്ടത്തിലാണ്, ലീഡർ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ പുൽപ്പള്ളി വെടിവെപ്പ്. അദ്ദേഹത്തെ ആ സ്ഥാനത്തുനിന്ന് മാറ്റാനുള്ളൊരു സാഹചര്യം ഉണ്ടായപ്പം അതിനോട് അനുബന്ധമായി ഞാൻ നിൽക്കേണ്ടത് എൻ്റെ ഒരു മനസാക്ഷി അനുസരിച്ച്, തെറ്റെന്നൊക്കെ മറ്റുള്ളവർ പറയും, എൻ്റെ മനസാക്ഷി അനുസരിച്ച് അദ്ദേഹമാണ് എൻ്റെ വളരെ കൂട്ടുകാരിയായിട്ടുള്ള സാറാമ്മയുടെ ഭർത്താവ് അടക്കം വളരെ പാവപ്പെട്ട മനുഷ്യർ, ഒന്നിലുമില്ലാത്ത മനുഷ്യർ, നിരപരാധികൾ 3 പേര് മരണപ്പെട്ടിട്ട് ഒരു നീതിയും ആ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ പേരിലുള്ള കള്ളക്കേസ് പിൻവലിക്കാൻ കാരണം ഞങ്ങൾ അതിശക്തമായി, ഞാൻ അവിടെ ഉണ്ട്, എന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? ഞാൻ ചോദിച്ചു, SP വന്നു, 6 മണിക്ക് എന്നെ കാണുന്നു, എന്തുകൊണ്ട് അറസ്റ്റ് നടന്നില്ല? പാതിരാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ ഇതിന് വന്നു. ഇതൊക്കെ ചോദിച്ചത് കൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് ഒരു ഔദാര്യമല്ല. അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയ, ജനങ്ങളോടൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്തു എന്ന് കിട്ടിയ അംഗീകാരമാണ്. എന്നെ ജനങ്ങളാണ് ഇപ്പോഴും. സമയം അവസാനിക്കാറായതുകൊണ്ട് ക്രിസ്മസിന്റെ ഒരു കാലം കൂടിയാണല്ലോ. ഈ കുട്ടിക്കാലത്തൊക്കെ ഈ ക്രിസ്മസ് ഓർമ്മകളൊക്കെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? അയ്യോ, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വയനാട്ടിലല്ലേ ഞാൻ. അപ്പോഴും വളരെ പരിമിതമായ ക്രിസ്മസ് ആഘോഷങ്ങളെ ഞങ്ങൾ, അത് വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ പുൽക്കൂടുണ്ടാക്കുന്നു, അത് പള്ളിയിലാണെങ്കിലും ഞങ്ങളുണ്ടാക്കുന്നു. അന്ന് ഇതുപോലെ നല്ല നല്ല കഴിവുള്ള ആളുകളൊന്നുമില്ല. അപ്പോൾ പുല്ലുമൊക്കെ വെട്ടിക്കൊണ്ടുപോയി
വീട്ടിലാണെങ്കിലും ഈ ഓടയൊക്കെ വെട്ടി നക്ഷത്രം ഉണ്ടാക്കുന്നു. നക്ഷത്രത്തിന് ഉണ്ടാക്കാനും നമ്മൾ ഈ പെരുന്നാളിന് ഒട്ടിക്കുന്ന പോലത്തെ കടലാസുകൾ, ചുവന്ന കടലാസ്, പച്ച, മഞ്ഞ, നീലയൊക്കെ ഉള്ളൂ. അതൊക്കെ വെച്ച് ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ വർണ്ണങ്ങളും ഒക്കെ ഉണ്ടാക്കി. പിന്നെ അന്ന് സ്റ്റാച്യൂസ് ഒന്നും വാങ്ങാൻ പറ്റിയല്ല, ഇവിടെ ഒന്നും കിട്ടാനില്ലായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് പുൽപ്പള്ളിയല്ലേ, അത് വളരെ വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മുള്ളംകൊല്ലി. അങ്ങനെ എന്തെങ്കിലും ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് കരോൾപ്പിരിവിനൊക്കെ പോകുന്നത്. രാത്രിയിൽ പാട്ടൊക്കെ പാടി ഇങ്ങനെ വേഷം കെട്ടി, പിന്നെ ക്രിസ്മസ് പപ്പായുടെ വേഷമൊക്കെ ആൾക്കാർ കെട്ടി ആ കൂടെ വട്ടം ചുറ്റി മുഴുവൻ സ്ഥലങ്ങളും പോയി നടന്ന് കാൽനടയായിട്ട് പോയത് വലിയൊരു അനുഭവമാണ്. ഇപ്പം നമ്മൾ വയനാടിൻ്റെ മെയിൻ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുമ്പോഴും വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ളതുണ്ടല്ലോ. പല പദവികളിൽ ടീച്ചർ ഇരിക്കുകയും ചെയ്തു. അപ്പോൾ ടീച്ചർക്ക് വയനാടിന് വേണ്ടി ഇന്നത് കൂടി ഒന്ന് ചെയ്യണമായിരുന്നു എന്ന് മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അതെ, ഈ വയനാടിനെ കുറിച്ചൊരു ടോട്ടൽ വിഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴേ അവിടെ കുപ്പാടിയിൽ ഒരു സ്ത്രീ ആന കുത്തി മരിച്ചു. അപ്പോഴേ ഞാൻ എൻ്റെ നേതൃത്വത്തോടൊക്കെ പറഞ്ഞു, ഈ ആനയും വന്യമൃഗങ്ങളും നമ്മുടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങാതിരിക്കണമെങ്കിൽ നമുക്ക് മതിൽ മാത്രമേ, വനഭൂമിയെയും ഇതിനെയും സെപ്പറേറ്റ് ചെയ്യണം. അപ്പോഴത് ആരും ചെവിക്കൊണ്ടില്ല. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു ചെറിയ ഫണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബാക്കിയുണ്ടായിരുന്ന ഫണ്ട് ഉപയോഗിച്ച് കുപ്പാടിയിൽ മതിൽ കെട്ടി. ആ മതിൽ കെട്ടി ഒരു കുറഞ്ഞ പ്രദേശത്ത് മാത്രമേ മതിൽ കെട്ടാൻ പറ്റുള്ളൂ. ആ മതിൽ കെട്ടി വന്നത് 95-ൽ ഞാൻ മതിൽ കെട്ടാൻ തുടങ്ങിയതാണ്. ഇന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് വനത്തെയും ഇതിനെയും വേർതിരിക്കുന്ന മതിൽ വേണമെന്നാണ്. ഞാൻ 95-ൽ തന്നെ ആ മതിൽ കെട്ടിത്തുടങ്ങിയതാണ്. എനിക്ക് പിന്നീട് ഒരു ജനപ്രതിനിധിയാകാൻ പറ്റാത്തതിൽ ഏറ്റവും വിഷമമുള്ളത് അതുപോലെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. വൈരക്കുപ്പ പാലം, റെയിൽവേ, ആ റെയിൽവേയുടെ ഏറ്റവും ആദ്യം ജാഫർ ഷെറീഫിനെ കണ്ട് ഏറ്റവും ആദ്യം നിവേദനം കൊടുക്കുന്നത് ഞാനാണ്. പിന്നീട് വാജ്പേയിയെ കണ്ടുകൊടുത്തു. കാരണം അന്ന് ഒ രാജഗോപാൽ ആയപ്പം ഞാൻ തോറ്റെങ്കിലും ഞാൻ നടത്തിയ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ പോയി രാജഗോപാൽ നിലമ്പൂർ കോവിലകവും ഒക്കെ ആയിട്ട് ബന്ധമുള്ളത് കൊണ്ട് അദ്ദേഹം BJP സംഘടനയിലാണെങ്കിലും ഞാനന്ന് KPCC ജനറൽ സെക്രട്ടറി ആണെങ്കിലും ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് ഈ വിഷയം പറഞ്ഞു. അദ്ദേഹം വാജ്പേയിയുടെ അടുത്ത് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അതൊക്കെ കൊണ്ടേ കൊടുത്തു. പ്രധാനമന്ത്രിയെ കണ്ടു. അങ്ങനെ കൊടുത്ത് എൻജിനീയറിംഗ് കം ട്രാഫിക് സർവേക്ക് ഓർഡർ ഇട്ടു. അന്ന് എനിക്ക് വളരെ തൃപ്തിയായിരുന്നു എനിക്കത് നടത്താൻ പറ്റുമെന്ന്. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് സെഷൻ, ഞാനപ്പോഴേ വയനാട്ടിൽ ഒരു FCI ഗോഡൗൺ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മീനങ്ങാടിയിൽ FCI ഗോഡൗൺ കൊണ്ടുവന്നു. അപ്പം നഞ്ചങ്കോട് FCI ഗോഡൗണിൽ വന്ന് ഒരു മീറ്റർ ഗേജ് അവിടെ നിൽക്കുകയാണ്. അതിനെ ഇങ്ങോട്ടേക്ക് FCI ഗോഡൗൺ വരെയെങ്കിലും നീട്ടിത്തരണം ഫസ്റ്റ് സ്ട്രെച്ച്. അത് കഴിഞ്ഞിട്ട് മതി നമ്മുടെ മറ്റേ കണക്ടിവിറ്റി, നിലമ്പൂർ കണക്ടിവിറ്റി. ഇത് ഒരു വിഷനുള്ള ഒരു പൊതുപ്രവർത്തകർ ജനപ്രതിനിധി ആയിരുന്നുവെങ്കിൽ ഇത് പണ്ടേ നമുക്ക് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് പൂർത്തിയാക്കാമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഈ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ ഈ വാൾ അന്ന് ഞാൻ തുടങ്ങി വെച്ചപ്പോൾ പരിഹസിക്കായിരുന്നു ആളുകൾ. എങ്ങനെ കാടിന് വേലി കെട്ടാൻ പറ്റുമോ, അല്ല കാടിന് മതിൽ കെട്ടാൻ പറ്റുമോ. ഇപ്പോഴും നിങ്ങൾക്ക് പോയി കണ്ടാൽ അറിയാം, വലിയ കട്ടിയുള്ള കന്മതില അവിടെ കെട്ടിയിരിക്കുന്നത്. ഒരു പോറലും അതിന് പറ്റിയിട്ടില്ല. അപ്പോൾ അത് അന്ന് 95 തുടങ്ങി ഇത്രയും കാലം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വേസ്റ്റ് ചെയ്ത പണം, അല്ലെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച പണം, അല്ലെ സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറഞ്ഞ് നമ്മൾ കളഞ്ഞ പണം, ഇതൊക്കെ ഡൈവേർട്ട് ചെയ്ത് ഈ ജനങ്ങളുടെ ഇത്രയും അതിഭീകരമായ ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. അന്നും പുലികളെയൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. അതുപോലെ കടുവ വന്നാൽ, കടുവയും അധികം കാണുന്നില്ല എങ്കിലും കടുവയും പുലിയും ഒക്കെ പെറ്റുപെരുകാൻ അവരുടെ ഒരുപാട് കുഞ്ഞുങ്ങളെ ഈ നമ്മുടെ പൂച്ച പ്രസവിക്കുന്ന പോലെ പ്രസവിക്കുന്നവരാണ്. ആനയാണെങ്കിൽ 12 കൊല്ലം കഴിഞ്ഞേ പ്രസവിക്കുകയുള്ളൂ. ഇതല്ല. അപ്പോൾ ഇത് വ്യാപകമാകുമെന്നുള്ള ദൂരെ കണ്ടുകൊണ്ടാണ് അതിന് നെറ്റ് ഇടണമെന്നും ഒക്കെ പറഞ്ഞ് നെറ്റ് സംവിധാനങ്ങളൊക്കെ ആലോചിച്ച് വന്നത്. പക്ഷേ ഒറ്റത്തവണ മാത്രം ഒരു ജനപ്രതിനിധിയാകാൻ പറ്റുകൊണ്ടൊന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. വൈരക്കുപ്പ പാലവും സ്റ്റേറ്റ് ഹൈവേ അതിലേ കൊണ്ടുപോയി അവിടെ എല്ലാ തരത്തിലും ഒരു ബന്ധം സ്ഥാപിക്കണം എന്നൊക്കെ വിചാരം ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ ഏതായാലും കുറേ അത്ര കാര്യങ്ങളൊക്കെ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അത് ഒരുപക്ഷെ വയനാടിൻ്റെ തന്നെ ചരിത്രത്തിൻ്റെ കൂടി ഭാഗമാണല്ലോ. ഈ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു. ഇപ്പോഴും ഈ പറയുന്ന പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വയനാടൻ ജനതയ്ക്ക് വേണ്ടി ഇനിയും പൊരുതേണ്ടതുണ്ട്. അപ്പോൾ ഇനിയും ദീർഘകാലം പൊരുതാൻ അവസരം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും നമ്മളുടെ ഈ പ്രേക്ഷകരോടൊപ്പം വയനാട് വിഷനോടൊപ്പം ഇത്രയും സമയം പ്രതികരിച്ചതിന് പ്രത്യേകം എന്നുള്ള നന്ദി പറയുകയാണ്. വയനാട് വിഷന് എനിക്ക് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് KC റോസക്കുട്ടി ടീച്ചർ. കേരളത്തിൻ്റെ വനിതാ ശാക്തീകരണ രംഗത്ത്
വലിയ വിലപ്പെട്ട സംഭാവനകൾ നൽകുന്ന അവർക്കിനിയും ഒട്ടേറെ കാര്യങ്ങൾ ഈ രംഗത്ത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.